ഹലോ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മേത്തർ ബസാറിലാണ്. അതെവിടെയാണെന്ന് വെച്ചാൽ എറണാകുളത്ത് നമ്മുടെ മേനകയുടെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ബ്രോഡ്വേയിൽ വന്നാലും നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ആണ് ഫുള്ളായിട്ട്. ഇവിടെ ഇങ്ങോട്ട് കയറിയാൽ മൊത്തം ക്രിസ്മസിൻ്റെ ഐറ്റംസാണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറുമ്പോൾ തന്നെ നിറയെ ട്രീ ആണ് കേട്ടോ. ഈ സൈഡ് നിറയെ ട്രീയും ഇപ്പുറത്തെ സൈഡ് നിറയെ ലൈറ്റും, പിന്നെ ഇപ്പുറം സ്റ്റാറിൻ്റെയൊക്കെ കടയാണ്. ലൈറ്റും സ്റ്റാറും കൂടി ഉള്ള കടയാണ്. അപ്പോൾ ജസ്റ്റ് ചെന്നപ്പോൾ തന്നെ ലൈറ്റിൻ്റെ ഷോപ്പിലോട്ടാണ് കയറിയത്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം എടുത്ത കടയിൽ 120 റേറ്റ്. പിന്നെ അതിൻ്റെ ഇപ്പുറം ഇരിക്കണതിന് 100 രൂപയാണ് റേറ്റ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ നമ്മൾ കുറച്ചങ്ങാട് എല്ലാം കറങ്ങി അടിച്ച് വന്നിട്ട് ലാസ്റ്റ് വല്ല റേറ്റൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ലൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ലൈറ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ നിറയെ ട്രീകളുണ്ട്. ഫുള്ള് സ്നോ ആയിട്ടുള്ളതും ഹാഫ് സ്നോ ആയിട്ടുള്ളതും പിന്നെ ഫുള്ള് ഗ്രീൻ ആയിട്ടുള്ള ട്രീ ഒക്കെ ഉണ്ട്. വെറൈറ്റി ട്രീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറുത് തൊട്ട് വലിയ ട്രീ വരെയുണ്ട്. പിന്നെ നമ്മുടെ വലിപ്പം അനുസരിച്ച് പൈസ കൂടും, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ഐറ്റംസാണ്. ട്രീയുടെയും പിന്നെ ക്രിസ്മസ് റീത്ത്, ഡെക്കറേഷൻ ഐറ്റംസ്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് 150 രൂപയായിട്ട് ഈ മണി പോലത്തെ തൂക്കിയിട്ടാണ്. ഇതിൻ്റെ വലിയ ഇതൊക്കെ ഉണ്ട്. ഇതാണെന്ന് എനിക്ക് ഏറ്റവും ചെറിയത് ഇതാണ്. അപ്പോൾ ഈ ചെറിയ ട്രീയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതിനൊക്കെ അധികം പൈസ ഒന്നുമില്ല. വലിയ ട്രീക്കൊക്കെ നല്ല ആയിരങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് ക്രിസ്മസ് റീത്തൊക്കെ ഫുള്ള് മുകളിലിങ്ങനെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ മൊത്തം പപ്പാഞ്ഞിയുടെയൊക്കെ ഐറ്റംസ് ആയിരുന്നു തോന്നുന്നു. അവിടെ കൂടുതൽ അതാണ് കണ്ടത്. പിന്നെ ഫ്രണ്ടിൽ കുറേ ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ അകത്ത് മാസ്കും പപ്പാഞ്ഞിയും പിന്നെ പപ്പാഞ്ഞി ഡ്രസ്സും അങ്ങനെയൊക്കെ ആയിരുന്നു. കയറി ചെല്ലുന്തോറും അകത്തോട്ട് നല്ല തിരക്കാണ്. കൂടുതലും കച്ചവടക്കാരായിരിക്കും. പിന്നെ കുറേ പേരിങ്ങനെ കാണാനും പർച്ചേസ് ചെയ്യാനും അങ്ങനെയും ഉള്ളവരുണ്ട് കേട്ടോ. പിന്നെ കച്ചവടക്കാരാകുമ്പോൾ കൂടുതൽ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോകും. അവർക്കൊക്കെ ഇതേപോലെ ഇങ്ങനെ ചാക്കണക്കിന് കൊണ്ടുപോകും ഐറ്റംസ് ഫുള്ളും. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് കയറി ഒരു 2-3 കട കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ ദേ ഈ കാണുന്ന കടയിലൊക്കെ ഫുള്ള് ഇങ്ങനെ ഹാങ്ങിങ് അങ്ങനെയൊക്കെയാണ്. നല്ല ഭംഗിയില്ലേ ഈ മുന്തിരി പോലത്തെ സംഭവമൊക്കെ കാണാനായിട്ട്. പിന്നെ ഇവിടെ നല്ല ക്യൂട്ട് പപ്പാഞ്ഞിനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് ക്യൂട്ട് പപ്പാഞ്ഞിനെ കാണാനായിട്ട്. ഇവിടെ നല്ല ഭംഗിയുണ്ട്. അകത്തോട്ട് കയറിയിട്ട് എന്ത് ഭംഗിയാണ് ആ ലൈറ്റിൻ്റെയും ഈ വെച്ചേക്കണ സാധനങ്ങളുടെയും ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. മുകളിലോട്ടൊക്കെ നോക്കിയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല രസമില്ലേ പപ്പാഞ്ഞിനെ കാണാനായിട്ട്. നല്ല വിലയുണ്ടാ, കാണാനും ഭംഗിയാണ്. അതനുസരിച്ച് നമ്മൾ വിലയും കൊടുക്കണം. പിന്നെ ഈ ലൈറ്റിനൊക്കെ 150 രൂപയുള്ളൂ. പിന്നെ ഈ സ്റ്റാറിൻ്റെ ലൈറ്റിന് 100 സംതിങ് ആണ് റേറ്റ്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ നിറയെ സ്റ്റാർസൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ എന്തോ മായാലോകത്ത് വ്യത്യാസം ചെയ്യുന്നുണ്ട്. ചേട്ടൻ തന്നെ എന്നോട് ചോദിച്ചു, നീ എന്താണ് മന്ദിച്ചെടുക്കുന്നത്? കാരണം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കി അതിന് പിന്നെ വീഡിയോയും പിടിച്ച് അങ്ങനെ നടന്നിട്ട് എനിക്ക് തന്നെ എന്തോ ഒരു ഫീലായിരുന്നു. ഇതിനൊക്കെ ഹാങ്ങിങ് ചെയ്യണേന്ന് തോന്നുന്നു 150, 180 അങ്ങനെ റേറ്റൊക്കെയാണ് കേട്ടോ ഇവർ പറഞ്ഞത്. ഓരോന്ന് കാണുമ്പോൾ എനിക്ക് എടുക്കാനുള്ള ടെൻഡൻസി കൂടും കേട്ടോ. പിന്നെ ഞാനത് എൻ്റെ മനസ്സിനെ തന്നെ അവിടെ കടിച്ചമർത്തി പിടിച്ച് വെച്ചു. കാരണം ഞങ്ങൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം എന്തായാലും വന്ന് പർച്ചേസ് ചെയ്യും. പിന്നെ ഈ സ്റ്റാറിന് 540 കേട്ടോ. നല്ല വെറൈറ്റി കളറൊക്കെ വരും. പിന്നെ നമുക്ക് കളർ ഏത് കളറാണെന്ന് വെച്ചാൽ അത് ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇവിടെയും കുറേ വെറൈറ്റി ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഈ ലൈറ്റിന് 180 രൂപയാണ്. ഈ ലൈറ്റിനാണ് കേട്ടോ. ഈ ലൈറ്റിന് 180 രൂപയാണ് റേറ്റ്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു 180 രൂപയാണ് റേറ്റ്. അപ്പോൾ ലൈറ്റൊക്കെ മീറ്റർ അനുസരിച്ചും കൊടുക്കണം കേട്ടോ. ഇത് 50 മീറ്റർ 500 രൂപ കൊടുക്കണേണ്.
അങ്ങനെയുമുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഈ ക്രിസ്മസ് കാർഡ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പഴയ ഓർമ്മ. നമ്മൾ പണ്ടൊക്കെ ക്രിസ്മസ് കാർഡിലൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ പിള്ളേരൊന്നും കൊടുക്കാറില്ല കേട്ടോ. ഈ 300 രൂപയുടെ മുന്തിരിക്കൊല വലുപ്പം ബോൾസ് നല്ല ഭംഗിയിലാണ്. ഇതിൻ്റെ സിൽവറും ഗോൾഡും റെഡും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നേരിട്ടാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയാണ്. അപ്പോൾ ഈ ബോൾസൊക്കെ നമ്മൾ ട്രെയിലറിനാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഈ ഫുള്ള് സെറ്റിന് 700 രൂപയുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് കുറഞ്ഞ ഇതാണ്. ഇതിനേലും കൂടിയതാണ് നമ്മൾ ഇനി കാണാൻ പോണത്. ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്, കണ്ടാലും മതി വരാത്ത അത്രയും ഐറ്റംസാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ക്രിസ്മസ് റേറ്റ് എന്ന് പറഞ്ഞ സംഭവം. അതിൻ്റെ റേറ്റ് 300 രൂപയാണ് കേട്ടോ വന്നത്. പിന്നെ ഈ മാല പോലത്തൊക്കെ 70 രൂപയാണ് വന്നത്. അപ്പം എനിക്ക് റേറ്റൊക്കെ കൂടുതലോ കുറവാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കാരണം പുറത്ത് എത്രയാണ് റേറ്റ് എന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ ഇതിനൊക്കെ 700 രൂപയുടെ റേറ്റ് വന്നത്. ഇപ്പം നമുക്ക് കടക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ബൾക്കായിട്ടല്ല അവരെടുക്കണത്, അപ്പോൾ അവർക്കൊക്കെ റേറ്റ് അത്യാവശ്യം കുറച്ച് കൊടുക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഇതിന് 180 രൂപയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ ട്രീ ആണ് നിങ്ങളെ കണ്ടത്. പിന്നെ അത് ഈ ചെണ്ട ഇങ്ങനെ ചെയ്യുന്നില്ലേ, അത് സ്റ്റാറിൻ്റെയാണ്. ഇത് ഇങ്ങനെ പീസ് പീസായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ. എന്നിട്ട് ഇതേ സ്റ്റാർ പോലെ യോജിപ്പിക്കുമ്പോൾ ഇത് ഇങ്ങനെ കിട്ടും കേട്ടോ അത്. അപ്പം നമ്മുടെ ഇവിടെ ഈ കടകളിൽ ഞാൻ കണ്ടതാണിത്. പിന്നെ ഈ മാല പോലെ കിടക്കുന്ന സംഭവമില്ലേ, അതിന് 180 രൂപയാണ് കേട്ടോ. പിന്നെ ഇതിനൊക്കെ 120 രൂപ ഉള്ളൂ കേട്ടോ. ഈ മാല പോലത്തെ സംഭവത്തിന് 120ആണ്, മറ്റേതിന് 180ആണ്. പിന്നെ ഈ സ്റ്റാറിൻ്റെ സെക്ഷനാണ് ഇവിടെ, ഫുള്ള് സ്റ്റാറിൻ്റെ സെക്ഷനാണ്. പിന്നെ ഈ പ്രാവശ്യം എനിക്ക് വെറൈറ്റി സ്റ്റാറുകളൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ പറ്റിയില്ല. എല്ലാം ഒരു സെയിം മോഡൽ പോലെയാണ് തോന്നിയത്. പിന്നെ അതിൻ്റെ ഷെയ്ഡുകളും കളറും മാത്രം വ്യത്യാസമുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എല്ലാം ഏകദേശം ഒരേപോലത്തെയൊക്കെ തന്നെ. പിന്നെ ഈ പപ്പാഞ്ഞ എന്ത് ക്യൂട്ടാണെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പപ്പാഞ്ഞിയുടെ മാസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ചെറിയ പാവാണ്. ഇതിന് 170ഉം പിന്നെ ഇതിന് 240ഉം ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതിനേലും കുറച്ചും കൂടി വലുതുണ്ട്. പിന്നെ ഇത് ഇഷ്ടം പോലെ ക്യാപ്പുകളുണ്ട്. വെറൈറ്റി ക്യാപ്പൊക്കെയാണ് ഈ പ്രാവശ്യം. എനിക്ക് തോന്നുന്നു കടക്കാരൊക്കെ ഇതൊക്കെ ബൾക്കായിട്ട് കുറേ മേടിച്ചുകൊണ്ട് പോകുന്നു. നമുക്കും വേണമെങ്കിൽ ഇങ്ങനെ ബൾക്കായിട്ടൊക്കെ വന്ന് ഇവിടെയൊക്കെ എടുത്തിട്ട് നമുക്കും പുറത്ത് സെയിൽ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്ത് മതി കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യണവരുമുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു ഇടദിവസമാണ് വന്നാക്കളത്. എന്നാലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്. പിന്നെ രാവിലെയുമാണ്, എന്നാലും അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. പിന്നെ ചെറിയ വഴിയായതുകൊണ്ട് നമുക്ക് തിങ്ങലാണ് ഇവിടെ. ഇതിനൊക്കെ 240ഉം 260. പിന്നെ ഈ പുൽക്കൂടിനൊക്കെ വന്നത് 750, 950 അങ്ങനെ റേറ്റിലാണ്. കാരണം ഇത് ക്വാളിറ്റി ഉള്ള വുഡിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് തോന്നുന്നത് അത്രയും റേറ്റൊക്കെ വന്നത്. പിന്നെ ഈ സ്മോൾ പപ്പാഞ്ഞിക്ക് 50 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പുൽക്കൂടിൻ്റെ റേറ്റ് കൂടിയ സെറ്റൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതിന് 1000 രൂപയാണ് റേറ്റ് വന്നത്. ഇനി ഇതിനേലും കൂടിയതെന്ന് വെച്ചാൽ പിന്നെ വന്നത് ഇതാണ്. ഈ സ്റ്റാച്ചുവിന് 1500 റേറ്റ് ഉള്ളത്. 600, 700, 800 അങ്ങനെയൊക്കെ റേഞ്ചാണ് കേട്ടോ. പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കി, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. 470 തോന്നുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ്. പിന്നെ ഈ ലൈറ്റൊക്കെ നല്ല ഭംഗിയിൽ കാണാനായിട്ട്. രാത്രിയാണ് ഇതിൻ്റെ ഭംഗി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 670 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ നല്ല ക്യൂട്ട് പപ്പാഞ്ഞി ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. പിന്നെ വേറെ പപ്പാഞ്ഞി മാത്രമല്ല ക്യാപ്പൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റി ഇതേപോലെ മുന്തിരിക്കൊല പോലെ കുറേ തൂക്കിയിട്ടിട്ടുണ്ട്. ഫുൾ സ്നോ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീക്ക് 3700 ആണ് റേറ്റ്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് മേടിച്ച് വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വർഷവും ഇതെടുത്ത് ഉപയോഗിക്കാമല്ലോ, സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതൊക്കെ പുൽക്കൂടിൽ വെക്കാൻ പഞ്ഞി സെയിൽ ചെയ്യണേട്ടോ. അത്യാവശ്യം നടന്ന് കുറച്ചൊക്കെ കണ്ടിട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഇത് തീരാനായിട്ട്. പിന്നെ പല വഴികളായിട്ട് ഓരോന്നൊക്കെ തിരിഞ്ഞൊക്കെയാണ്, ഓരോ സെക്ഷനായിട്ടൊക്കെയാണ് കേട്ടോ ഇവിടെ ഓരോ കടകളൊക്കെ. പിന്നെ സ്റ്റാറിൻ്റെയും ക്യാപ്പിൻ്റെയൊക്കെ കടകൾ ഉള്ളിലോട്ട് കയറിയാണ്. പിന്നെ നമ്മൾ എല്ലായിടത്തും റേറ്റ് അന്വേഷിച്ചിട്ട് വേണം നമുക്ക് വാങ്ങാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബൾക്കായിട്ട് കച്ചവടക്കാരെടുക്കുമ്പോൾ മാത്രം അവർക്കാണ് അത്രയും ഒരു റേറ്റ് കുറച്ച് കൊടുക്കുകയുള്ളൂ. എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഫീൽ ചെയ്തത്. നമുക്കൊക്കെ ഒരു നോർമൽ റേറ്റിന് തന്നെ കൂട്ടാണ്. പിന്നെ എന്തെങ്കിലും നിസ്സാര പൊടിക്ക് വ്യത്യാസമൊക്കെ ഉണ്ട്.
പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ ക്യാപ്പൊക്കെ വിൽക്കണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ ഭയങ്കര വില കുറവ് പോലെ ഫീൽ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അകത്തുനിന്ന് 3 ക്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ക്യാപ്പിന് 150 രൂപ വെച്ചാണ് എടുത്തത്. പക്ഷെ ആ ചേട്ടൻ്റെ 20, 30, 50 അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ടിങ് കണ്ടത്. അപ്പം നമ്മൾ എല്ലാം നോക്കിയും കണ്ട് എല്ലായിടത്തും റേറ്റ് അന്വേഷിച്ചിട്ട് മാത്രം എടുത്താൽ മതി. അതേപോലെ തന്നെ പല കടകളിലും പല റേറ്റാണ്. ഇപ്പം നമ്മൾ അന്നേരം കണ്ട ആ സ്റ്റാച്ചുവിനൊക്കെ പല റേറ്റ്, പിന്നെ വേറെ കടയിൽ വേറെ റേറ്റാണ് കേട്ടോ കണ്ടത്. പിന്നെ അന്നേരം 1500 രൂപയൊക്കെ പറഞ്ഞാൽ ഈ ഇതേപോലത്തെ മോഡൽ സ്റ്റാച്ചുവിനൊക്കെ ഇപ്പം വേറെ കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് 2000 അങ്ങനെയൊക്കെ റേറ്റാണ്. അപ്പോൾ എല്ലാ കടയിലും അന്വേഷിച്ചിട്ട് നോക്കിയിട്ട് മേടിക്കണേന് ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ മേടിക്കണമെങ്കിൽ. പിന്നെ കൂടുതലും ഇവിടെ കാണാനാണ് കൂടുതൽ ആൾക്കാർ വന്നത്. അപ്പോൾ ഏകദേശം കുറേ കണ്ട് കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണതാണ്. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.